ഞാൻ പറഞ്ഞ പോലെ നേരത്തെ ട്വിറ്ററിലും ഇതിലൊക്കെ നോക്കിയപ്പോഴത്തേക്കും ബ്രൂണോ ഔട്ട് അമോറിം ഔട്ട് എന്ന് പറഞ്ഞ് നടപ്പുണ്ട്. വീണ്ടും ഞാൻ പറയുന്ന 100 മില്യൻ്റെ ശാപം ബ്രൂണോയുടെ തലയിൽ എന്നും കാണും. അതുകൊണ്ട് ബ്രൂണോ എന്ത് ചെയ്താലും ഇത് ചെയ്യും. എനിക്ക് മാൻ യുണൈറ്റഡ് ഫാൻസിനോട് ചോദിക്കാനുള്ളതും അതിനകത്ത് കുറേ ഫാൻസ് കമൻറ്റ് ചെയ്യുന്നുണ്ട്, ഷെഷ്കോയും എംബോമയും കുഞ്ഞയും പെനാൽറ്റി എടുക്കാൻ ഉണ്ടായിട്ടും എന്തുകൊണ്ട് എപ്പോഴും ബ്രൂണോ എടുക്കുന്നു? ബ്രൂണോ ഇതൊക്കെ എടുത്ത് ആൾക്കാർക്ക് കൊടുക്കേണ്ട സമയമായി. ഞാൻ ഒരു കാര്യത്തിന് സമ്മതിച്ചു തരാം, ബ്രൂണോയുടെ സെറ്റ് പീസ്, അതായത് ഫ്രീ കിക്കും കോർണറും ഒക്കെ പിന്നെയും ഓക്കെ ആരെങ്കിലും എടുത്തോട്ടെ എന്ന് ഞാൻ പറയും. കാര്യം ബ്രൂണോയുടെ കൺവേർഷൻ റേറ്റ് കുറവാണ്. ബട്ട് പെനാൽറ്റി എടുക്കുന്ന കാര്യത്തിൽ ഡോണ്ട് സ്പീക്ക് അബൌട്ട് ഇറ്റ്. ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ എംബോമോയും കുഞ്ഞയൊക്കെ തന്നെയാണ് ഗ്രിംസ്ബി ടൗണിൻ്റെ കൂടെ വരെ പെനാൽറ്റി മിസ്സാക്കിയത്. അതാണ് ഏറ്റവും ലീസ്റ്റ് പ്രഷർ സിറ്റുവേഷൻസ് ഒക്കെയാണ് കുറേയൊക്കെ പറഞ്ഞു വന്നു കഴിഞ്ഞാൽ. ബ്രൂണോ ഈ ക്ലബ്ബിൽ കളിക്കാനായിട്ട് കുറേ കാലമായി ഒരുപാട് പ്രഷർ പെനാൽറ്റീസ് എടുത്തിട്ടുണ്ട്, മിസ് ചെയ്തിട്ടുമുണ്ട്, എല്ലാം ഉണ്ട്. പെനാൽറ്റി എന്ന് പറയുന്നത് ഡിഫറൻറ്റ് ഇതാണ്. അതിൽ ബ്രൂണോനെ ഞാൻ ഇപ്പോഴും പറയുന്നു, ടീമിൽ ഞാൻ അടുത്ത കളിയിൽ ഞാൻ കൊടുക്കാൻ പോകുന്നത് പെനാൽറ്റി ബ്രൂണോയുടെ കയ്യിലായിരിക്കും 100%. ബിക്കോസ് അവൻ്റെ കൺവേർഷൻ റേറ്റ് ഇൻ പെനാൽറ്റീസ് ഇസ് സോ ഗുഡ്. പിന്നെ രണ്ടാമത്തെ ആൾക്കാർ മനസ്സിലാക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് പ്ലേയേഴ്സ് പെനാൽറ്റി കിട്ടി എന്നാൽ നീ പോയി എടുക്കുക, അല്ല ഞാൻ എടുക്കുക, നീ അവിടെ നിന്നില്ല, ഞാൻ എടുക്കാം, അങ്ങനെയല്ല. ഇതൊക്കെ തന്നെ സെറ്റ് പീസ് ടേക്കേഴ്സും അവിടെ ലെഫ്റ്റ് കോർണറിൽ സെറ്റ് പീസ് വന്ന് ആരെടുക്കും, റൈറ്റ് കോർണർ സെറ്റ് പീസ് വന്ന് എടുക്കും, ഇത്ര റേഞ്ചിൽ നിന്ന് സെറ്റ് പീസ് എടുക്കും, പെനാൽറ്റി എടുക്കും. സെറ്റ് പീസ് എല്ലാം ഈസ് പ്ലാൻഡ് ബൈ ദ കോച്ചിങ് ഡിപ്പാർട്ട്മെൻറ്റ്. അത് കളിക്ക് മുന്നേ പ്ലേയേഴ്സിൻ്റെ അടുത്ത് പറഞ്ഞു വിടും, ഇന്ന് കളിക്ക് ഇന്ന സെറ്റ് പീസ് കിട്ടിക്കഴിഞ്ഞാൽ ബ്രൂണോ എടുക്കും, അല്ലെങ്കിൽ മൗണ്ട് എടുക്കും, അല്ലെങ്കിൽ എംബൂമ എടുക്കും എന്ന് പറഞ്ഞ് കൃത്യമാക്കി വെക്കുന്നതാണ് സെറ്റ് പീസസ്. അതൊരിക്കലും ഓൺ ഫീൽഡ് പ്ലേയേഴ്സ് എടുക്കുന്ന ഡിസിഷൻസ് അല്ല. ഓൺ ഫീൽഡ് പ്ലേയേഴ്സ് അതിലേക്ക് എടുക്കാൻ വേണ്ടി വരുമ്പോഴാണ് എന്തൊക്കെ സംഭവിക്കുന്നത്, പ്ലേയേഴ്സിൻ്റെ ഇടയിൽ അടി വരുന്നതൊക്കെ. അതെന്തുകൊണ്ടാണ് നടക്കാത്തത്? ബിക്കോസ് ഇറ്റ്സ് ഓൾ ഡിസൈഡഡ്. അപ്പോൾ എനിക്ക് മനസ്സിലാവുന്നില്ല ബ്രൂണോ അല്ലാതെ നിങ്ങൾ ആരാണ് പെനാൽറ്റി എടുക്കുക. രണ്ടാമത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പ്ലേയിങ് ഫോർ യുണൈറ്റഡ് അറ്റ് ദിസ് ടൈം, ഞാൻ പറഞ്ഞ പോലെ അണ്ടർ ഭയങ്കര പ്രഷറാണ്, വിചാരിക്കുന്നതിലും അപ്പുറമാണ്. അതുകൊണ്ടൊക്കെയാണ് ഓരോ പ്ലേയേഴ്സ് ഇവിടെ കത്താതെ പോകുന്നത്. ഞാൻ ബ്രൂണോനെ വേൾഡ് ക്ലാസ് എന്ന് വിളിക്കാൻ കാര്യം തന്നെ പലരും വന്ന് ഇവിടുന്ന് ഡാമേജ് ആയി, അവരുടെ പ്രൊഫൈലിന് ഡാമേജ് ഉണ്ടാക്കി പോയപ്പോൾ പോലും ഇത്രയും നമ്പേഴ്സ് പുട്ട് ചെയ്യുന്ന വേറെ പ്ലെയർ ഇല്ല. ഇത്രയും ടോക്സിക് ആയിട്ടുള്ള കൾച്ചറിൽ ഇത്രയും നന്നായിട്ട് നമ്പേഴ്സ് പുട്ട് ചെയ്യുന്ന വേറെ പ്ലെയർ ഇല്ലായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ ബ്രൂണോനെ വേൾഡ് ക്ലാസ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ ബ്രൂണോ കുറേ പ്രഷർ പെനാൽറ്റീസ് ഒക്കെ എടുത്തിട്ടുണ്ട്. ഇപ്പം ഇനിയിപ്പം ഇതിപ്പം ഞാൻ പറഞ്ഞുതരാം ഫാൻസ് എങ്ങനെ ബിഹേവ് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ, പെനാൽറ്റി എടുത്തു 2-2 ആയെന്ന് വെച്ചോ. അപ്പോൾ അടുത്ത ഡയലോഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ബ്രെൻഫോർഡ് പോലത്തെ ഒരു ടീമിനെ പെനാൽറ്റി വേണ്ടി വന്നു ഡ്രോ ആവാൻ, പെനാൽറ്റി പോലും ഇല്ലാതെ തോപ്പിക്കേണ്ട ആണല്ലോ, അങ്ങനെയല്ലേ വരാൻ പോകുന്നത്. ഒരു പെനാൽറ്റിയുടെ പേരിൽ ബ്രൂണോ ഔട്ട് വിളിക്കേണ്ട ആവശ്യമില്ല എന്നേ ഞാൻ പറയുള്ളൂ. എന്തിനാണ് ഇപ്പോൾ ബ്രൂണോ ഔട്ട്? എനിക്ക് പ്രശ്നം വരുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഒരു വേൾഡ് ക്ലാസ് പ്ലെയറിനെ നമ്മൾ പുഷ് ഔട്ട് ചെയ്യണം. എന്താണ് അതുകൊണ്ട് നേടാൻ പോകുന്നത്? ഈ സിസ്റ്റത്തിൽ വേറൊരാളെ കൊണ്ടുവരാൻ വേണ്ടിയല്ലേ നമ്മൾ പുഷ് ഔട്ട് ചെയ്യുന്നത്, ആ സെൻട്രൽ മിഡ് പിവറ്റ് കളിക്കാൻ? നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ അമോറിം സർവൈവ് ചെയ്യുമെന്ന്? എനിക്ക് തോന്നുന്നില്ല. നമ്മളൊരിക്കലും ഒരു ബ്രൂണോനെ പുഷ് ഔട്ട് ചെയ്തുകൊണ്ട്, അതാണ് ഞാൻ പറഞ്ഞത്, സൈക്കോളജിക്കലി ഒരു വീഡിയോയിൽ ഞാൻ പറഞ്ഞല്ലോ, സൈക്കോളജിക്കലി നമുക്ക് നമ്മുടെ കണ്ണിൽ കാണുന്നത് നമ്മൾ കണ്ടുകണ്ടും അടുത്ത സാധനങ്ങൾ എങ്ങനെയെങ്കിലുമൊക്കെ മാറണം. പുതിയ കുറച്ച് മുഖങ്ങൾ വന്നാൽ മതി, കുറച്ച് നമ്മൾ ആശ്വാസമാവും. 2-3 കളി തോറ്റ് കഴിയുമ്പോഴത്തേക്ക് അവരെയും നമുക്ക് മടുത്തു തുടങ്ങും, വീണ്ടും കുറച്ച് പുതിയ മുഖങ്ങൾ വരണമെന്ന് പറയും. ഇങ്ങനെ സൈക്കിൾ റിപ്പീറ്റ് ചെയ്യും.